Hello and welcome to Everyday English. ഇന്നത്തെ വീഡിയോയിൽ let's look at the difference between credible and credulous. Credible എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന, വിശ്വസനീയമായ അല്ലെങ്കിൽ ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന എന്നൊക്കെയുള്ള മീനിങ് ആണ് credible എന്നുള്ളത്. For example, do you think the data they provided is credible? അവർ തന്ന ഡേറ്റ ക്രെഡിബിൾ ആണെന്ന്, വിശ്വസനീയമാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? When you lie to me, at least care to come up with a credible lie. എന്നോട് കള്ളത്തരം പറയുമ്പോഴേക്കും അറ്റ്ലീസ്റ്റ് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു കള്ളത്തരം പറയാനെങ്കിലും കെയർ ചെയ്യുക. ഇതിൻ്റെ പ്രൊനൗൺസിയേഷൻ എന്ന് പറയുന്നത് ഈസ് ക്രെഡിബിൾ, ക്രെഡിബിൾ, ക്രെഡിബിൾ. ഓക്കെ, ക്രെഡിബിളിൻ്റെ ഓപ്പോസിറ്റാണ് ഇൻക്രെഡിബിൾ. നമുക്ക് ക്രെഡിബിൾ എന്നുള്ള വേർഡ് പഠിക്കുന്നതിനൊപ്പം തന്നെ ഈ വേർഡും പഠിക്കാം. ഇൻക്രെഡിബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺബിലീവബിൾ, വിശ്വസിക്കാൻ പറ്റാത്ത. ഓൾറൈറ്റ്, മൂവിങ് ഓൺ ടു അവർ സെക്കൻഡ് വേർഡ്, ഇറ്റ് ഈസ് ക്രെഡുലസ്. ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ അങ്ങ് കണ്ണടച്ച് വിശ്വസിക്കുന്ന ആൾക്കാർ എന്ന് പറഞ്ഞാൽ അതിൽ തെറ്റും ശരിയും ഒന്നും നോക്കാൻ നിൽക്കത്തില്ല, പെട്ടെന്ന് കൺവിൻസ്ഡ് ആകും, പെട്ടെന്ന് ചീറ്റ് ചെയ്യപ്പെടുകയും ചെയ്യും ഈ ടൈപ്പിലുള്ള ആൾക്കാർ. അങ്ങനത്തെ ആൾക്കാരെ ഡിസ്ക്രൈബ് ചെയ്യാനുള്ള ഒരു അഡ്ജക്റ്റീവ് ആണ്, ഒരു ഡിസ്ക്രൈബിംഗ് ടേം ആണ് ക്രെഡുലസ്. The main target of online scammers is credulous elderly people. ഓൺലൈൻ തട്ടിപ്പുകാരുടെ മെയിൻ ടാർഗറ്റ് എന്ന് പറയുന്നത് പെട്ടെന്ന് കൺവിൻസ് ചെയ്യിക്കാൻ പറ്റുന്ന പ്രായമുള്ള ആൾക്കാരാണ്. ഈ വേർഡിൻ്റെ പ്രൊനൗൺസിയേഷനിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CREDULOUS എന്നാണ് സ്പെല്ലിംഗ് എങ്കിലും ക്രെഡുലസ് എന്ന് നമ്മൾ പറയാറില്ല. ഇറ്റ് ഈസ് ക്രെഡുലസ്, ക്രെഡുലസ്, ക്രെഡുലസ്. ഈ വേർഡ് നമ്മൾ മനസ്സിലാക്കുന്നതിനോടൊപ്പം തന്നെ നമുക്ക് ഇതിൻ്റെ ഓപ്പോസിറ്റ് കൂടി മനസ്സിലാക്കാം. ഇറ്റ് ഈസ് ഇൻക്രെഡുലസ്. ഇൻക്രെഡുലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് വിശ്വസിപ്പിക്കാൻ പറ്റുന്ന ടൈപ്പല്ല, പെട്ടെന്ന് കൺവിൻസ് ചെയ്യിക്കാൻ പറ്റുന്ന ടൈപ്പ് അല്ലാത്ത ക്യാരക്ടർ ഒരാളെ നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യുമ്പോൾ ഇൻക്രെഡുലസ് പേഴ്സൺ എന്ന് പറയാം. ഓൾറൈറ്റ്, സോ ദാറ്റ് ഇസ് ഇറ്റ്. ബൈ ബൈ.